ഓം നമ ശിവായ. ഹിന്ദുമത വിശ്വാസികൾ ലോകമൊട്ടാകെ ആഘോഷിക്കുന്ന മഹത്തായ ഉത്സവമായ മഹാശിവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യങ്ങളാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. കഥകൾ ഇഷ്ടമായാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമേശ്വര പ്രീതിക്കായി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രിയെ ആഘോഷിക്കുന്നത്. ഇത്തവണത്തെ മഹാശിവരാത്രി 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച ദിവസമാണ് വരുന്നത്. ശിവനെ പ്രീതിപ്പെടുത്താനുള്ള 8 വ്രതങ്ങളിലൊന്നായ ശിവരാത്രി വ്രതം പവിത്രതയോടെ അനുഷ്ഠിച്ചാൽ ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകിക്കളയുമെന്നാണ് വിശ്വാസം. പിതൃമോക്ഷത്തിനായി ശിവരാത്രി ദിനം ബലിയർപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട്. പുരാണങ്ങൾ പ്രകാരം അനവധി കഥകളാണ് ശിവരാത്രിയെ പറ്റിയുള്ളത്. അവയിൽ ചിലത് നമുക്കിവിടെ പ്രതിപാദിക്കാം. ആദ്യ കഥ നമുക്ക് തീർച്ചയായും സുപരിചിതമായിരിക്കും. അതിങ്ങനെയാണ്. അസുരന്മാരും ദേവന്മാരും പാലാഴി മഥനം നടത്തിയപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം സർവ്വലോക രക്ഷയ്ക്കായി മഹാദേവൻ പാനം ചെയ്യുകയുണ്ടായി. ഈ വിഷം ശരീരത്തിലെത്താതിരിക്കാൻ ഭാര്യയായ പാർവതീദേവി അതീവ ഉത്കണ്ഠയോടെ ശിവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. മഹാദേവൻ വായ തുറന്നാൽ വിഷം ഭൂമിയിൽ പതിക്കുമെന്ന് ഉറപ്പായതോടെ മഹാവിഷ്ണു പരമശിവന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം ശരീരത്തിനുള്ളിലേക്കും പുറത്തേക്കും പോകാനാകാതെ കണ്ഠത്തിൽ ഉറച്ചുപോയി. അങ്ങനെ നീലകണ്ഠനായി മാറിയ ഭഗവാനെ ആപത്തിൽ നിന്നും മോചിതനാക്കാനായി പാർവതി ദേവി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു കഥ ശിവപാർവതി വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഐതിഹ്യമനുസരിച്ച് ശിവൻ പാർവതിയെ വിവാഹം കഴിച്ച ദിനമായും അല്ലെങ്കിൽ ശിവനെ വരനായി ലഭിക്കാൻ ദേവി ഉറക്കമൊഴിഞ്ഞ് പൂജ ചെയ്ത ദിവസമായും ശിവരാത്രിയെ പറ്റി പറയപ്പെടുന്നു. ശിവതാണ്ഡവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയിൽ ആദ്യമായി ശിവതാണ്ഡവമാടിയ ദിനമായും ശിവരാത്രിയെപ്പറ്റി കണക്കാക്കുന്നു. ഈ മഹാനടനത്തിലൂടെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ അധിഷ്ഠിതമായ പ്രപഞ്ച സൃഷ്ടിയുടെ രൂപീകരണം. കുറച്ച് പരിഷ്കരിച്ച ഒരു കഥയും ശിവരാത്രി വ്രതത്തെപ്പറ്റി നിലവിലുണ്ട്. ആ രസകരമായ കഥ ഇങ്ങനെയാണ്. ഒരിക്കലൊരു വേട്ടക്കാരൻ തൻ്റെ ഇരയെ പിടിക്കാൻ ഘോരവനത്തിലൂടെ അലയുകയായിരുന്നു. അതൊരു ശിവരാത്രി ദിനമായിരുന്നു. ഉൾക്കാട്ടിൽ വച്ച് ഒരു സിംഹം വേട്ടക്കാരനെ പിന്തുടർന്നു. ഭയചകിതനായ വേട്ടക്കാരൻ സ്വയരക്ഷയ്ക്കായി ഒരു മരത്തിൽ കയറിയിരുന്നു. അതൊരു കൂവള മരമായിരുന്നു. സിംഹവും വേട്ടക്കാരനായി മരത്തിന് താഴെ കാത്തിരിപ്പായി. ഉറങ്ങിയാൽ താഴെ വീണ് താൻ സിംഹത്തിന് ആഹാരമാകുമെന്ന് മനസ്സിലാക്കിയ വേട്ടക്കാരൻ ഉണർന്നിരിക്കാനായി കൂവളമരത്തിൻ്റെ ഇലകൾ ഓരോന്നായി പറിച്ചു താഴെയിടാൻ തുടങ്ങി. ഈ ഇലകൾ ചെന്ന് വീണത് കൂവളമരത്തിന് താഴെയുള്ള ഒരു ശിവലിംഗത്തിലായിരുന്നു. സംപ്രീതനായ ഭഗവാൻ വേട്ടക്കാരൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുകയും വേട്ടക്കാരനെ സിംഹത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തുവെന്നാണ് കഥ.